ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നാട്ടോ കല്യാണം. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് ഫ്രഷായി മേല് കഴുകിട്ടോ, കുളിച്ചിട്ടില്ല, നല്ല തണുത്ത വെള്ളം മേല് കഴുകി കുട്ടികളൊക്കെ കുളിപ്പിച്ച് ഒരു മാറ്റിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി മണ്ഡപത്തേക്ക് പോകും. ചായ കുടിച്ചിട്ടോ, പൊറാട്ടയും ചിക്കൻ കുറുമയും കഴിച്ച്. അപ്പോൾ ഇനി ഫ്രഷ് ആവട്ടെ, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. അപ്പോൾ മുത്തുമണികളെ ഫ്രഷായി വന്നപ്പോൾ ഉണ്ട് ഉമ്മ മുല്ലപ്പൂ കോർക്കുക കേട്ടോ. ഉമ്മാക്ക് മുല്ലപ്പൂ കോർക്കാനൊക്കെ അറിയട്ടോ. സൂചി വെച്ചിട്ടില്ല, കൈ വെച്ചിട്ട് കോർക്കും. ഇവിടെ മുല്ലപ്പൂ ഇങ്ങനെ കിട്ടും കേട്ടോ, ഇങ്ങനെ മെഡിക്കലാണ്, കവർ നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും റിസക്കും ഉള്ളത് ഉമ്മ കോർത്ത് തരാണ്. ഞങ്ങളൊക്കെ ബസ്സിൽ കയറാൻ പോവാം കേട്ടോ. മണ്ഡപത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും മാറ്റി ഒരുങ്ങി മണ്ഡപത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ഈ മുന്നിൽ തുണിയും ഷർട്ടിട്ട് നിൽക്കണം എൻ്റെ ഉപ്പയാണ് കേട്ടോ. പിന്നെ ബസ്സിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഓൺ വോയിസ് കൊടുത്ത് റിസമോളപ്പം എന്നെ കാട്ടണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇനി എൻ്റെ വീഡിയോയിൽ വരരുത് പറഞ്ഞു ഞങ്ങളോട്, തമാശ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ മണ്ഡപത്തേക്ക് ബസ്സിന് കേട്ടോ പോണേ. നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ താത്തി അനിയത്തി ഉണ്ടായിരുന്നില്ല, അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ല കല്യാണത്തിന്. ഞങ്ങളൊക്കെ പോയി കുഴപ്പമില്ലാത്ത രീതിയിൽ മടങ്ങി നാട്ടിലെത്തി, അൽഹംദുലില്ലാ. പിന്നെ ഞാനിപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. കല്യാണത്തിന് പോയതിൻ്റെ ക്ഷീണം എപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചൂടും അവിടെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കല്യാണത്തിന് പോണ വഴി കേട്ടോ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാതിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല രസമുള്ള സ്ഥലങ്ങളാട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഞങ്ങളങ്ങനെ മണ്ഡപത്തേക്ക് എത്തിയിട്ട് ഇതാണ് മണ്ഡപം. നല്ല രസമുണ്ട് കേട്ടോ, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിട്ടോ. ഇവിടുന്ന് അധികം ഫോട്ടോസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറാട്ടോ, നല്ല രസമുണ്ടായിരുന്നു. താഴെയും മുകളിലും ആയിട്ടാണ് കേട്ടോ ഇരിക്കണ്ടായിന്. അപ്പോൾ ഇതാണ് നമ്മളെ പെണ്ണ് വരുന്നത്. പെണ്ണിൻ്റെ ഫേസ് എന്തെങ്കിലും കാണിക്കണില്ല, അതൊക്കെ നമ്മളെ റിലേറ്റീവ് ആട്ടോ. പിന്നെ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടുത്തെ ഫുഡ് ഇങ്ങനെ കേട്ടോ, ഒരു കഷ്ണം ചിക്കൻ പൊരിച്ചതും കുറച്ച് ബിരിയാണി, കച്ചമ്പറ്, പിന്നെ ഞാനും റിസമോൾ റയ്യാനും ഒരുമിച്ചായിരുന്നത്. പിന്നെ പായസം, ഐസ്ക്രീം, പിന്നെ ഈത്തപ്പഴത്തിൻ്റെ എന്തോ ഒരു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് എല്ലാവരും. നമ്മൾ കുറേ ഫോട്ടോ എടുത്തിരുന്നു. ഇതൊക്കെ ഒരരക്കൂർ ഇട്ട്. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് സദ്യ കഴിച്ചിട്ട് അവിടുത്തെ പായസം, ഇതിൻ്റെ കൂടെ വേറൊരു സംഭവം കിട്ടും കേട്ടോ, പേരിപ്പോൾ കിട്ടണില്ല എനിക്ക്. പിന്നെ കടല, ചെറുപയർ, പിന്നെ സ്വീറ്റ് കോൺ എന്തൊക്കെ ഇട്ടുകൊണ്ടുള്ളത്, അച്ചാറ്, ഉപ്പ്. അവിടുത്തെ സദ്യ എങ്ങനെ കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഒന്നുമല്ല, അവിടെ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കഴിച്ച് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. പിന്നെ പായസം അടിപൊളിയാണ് കേട്ടോ. പായസത്തിൻ്റെ കൂടെ വേറൊരു സാധനം, അതിനെന്തോന്ന് പറയും, ഹോളിഗ. ഹോളിഗയാണ് അത്. അതും കഴിക്കും. അതിൻ്റെ കൂടെ നല്ല നല്ല നാടൻ നെയ്യ് ഒഴിച്ച് തരും കേട്ടോ. അത് കൂടിങ്ങാണ്ട് മിക്സ് ചെയ്തിങ്ങാണ്ട് കഴിച്ചു. പിന്നെ ഒരു ചോറ് ഇട്ട് തരും കേട്ടോ, ഒരു മസാല ചോറ് പോലെ. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അതെനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹോളിഗ ഒരു കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ വേറൊരു മധുരമുള്ളൊരു സാധനം ഉണ്ടാവും, അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളവിടെയൊക്കെ പായസത്തിൻ്റെ കൂടെ പഴവും പപ്പടവും മിക്സ് ആക്കിയിട്ടില്ല കഴിക്കുക, അവിടെ നേരെ തിരിച്ചാട്ടോ. അപ്പോൾ അതും പായസം കൂടെ മിക്സായി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ വീണ്ടും കഴിക്കാനൊക്കെ ഒരു മോഹം. അങ്ങനെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലെ ട്രേയിൽ ഫുഡ് അവർ കൊണ്ടുവന്ന് വെക്കൊന്നുമില്ല കേട്ടോ, അവർ തരുന്നത് നമ്മൾ കഴിക്കത്ര തന്നെ. പിന്നെ ചോറ് ഇതാണ് കേട്ടോ, ചോറ് ഒരു മസാല ചോറ്, കടലൊക്കെ ഇട്ടിട്ട് നമ്മളെ കപ്പലണ്ടി ഇല്ലേ അതൊക്കെ ഇട്ടിട്ടുള്ളൊരു ചോറാട്ടോ. പിന്നെ നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞാനും റിസമോളും നമ്മളെ എളാപ്പാൻ്റെ വണ്ടിയിലാണ് നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോണത്. അപ്പോൾ ഇക്കൊക്കെ വേറെ വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ അവിടുത്തെ കല്യാണം എന്ന് പറയണത്. കാണാൻ നല്ല രസമാണ്, പിന്നെ ഫുഡ് കുഴപ്പമില്ല. പിന്നെ നമ്മളെ ചെറുക്കൻ്റെ വീട്ടിൽ പോലെ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ നെയ്ച്ചോറോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ തരിക. ഇവിടെ ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ബേക്കറിയും ചായ കേട്ടോ തരിക. അപ്പോൾ വെറൈറ്റി തന്നെയാണ് കേട്ടോ. നമ്മളെ നാടിനെ അപേക്ഷിച്ച് അവിടുത്തെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കൗതുകമായിട്ട് തോന്നും. പക്ഷേ നമ്മളെ നാട്ടിലത്തെയാണ് ഒന്നും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ കല്യാണം കൂടിയപ്പോൾ എല്ലാവരും കാണാൻ പറ്റി. പിന്നെ അതേപോലെ അവിടുത്തെ കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെറുക്കൻ്റെ വീട്ടിൽ പോയി അങ്ങനെ വന്ന് വീട്ടിൽ തന്നെ എത്തി കേട്ടോ.
കല്യാണം കഴിഞ്ഞു. ചെക്കൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി. അവിടുന്ന് അങ്ങനെ വലുതായിട്ട് വീടെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ അപ്പോൾ ഇവിടുത്തെ വലിയ അമ്മായിൻ്റെ ചെറിയ അമ്മായിൻ്റെ മോളെ കല്യാണം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അള്ളാ നമ്മൾ നാളെ ചിലപ്പോൾ മറ്റേ അമ്മായി എടുക്കും. അത് ഞാൻ വേറെ വ്ലോഗ് എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മുത്തുമണികളെ, വലിയ അമ്മായിൻ്റെ അവിടുത്തെ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞതിന് പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുക്കാഞ്ഞത്. പിന്നെ കുറേ ആളുകൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഞാൻ വെറും ഇന്നെ തന്നെ കാണിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്തത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.